ഹായ്, വെൽക്കം ബാക്ക് ടു drshani'skitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. അപ്പോൾ എന്താണ് സന്തോഷമെന്ന് അറിയണ്ടേ? നമ്മുടെ drshani'skitchen എന്ന ഫാമിലി കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 26,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും എല്ലാം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ നന്ദി പറയുകയാണ്. ആഘോഷങ്ങളൊന്നുമില്ല, പക്ഷേ ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു ഇരട്ടി സന്തോഷം കൂടെയുണ്ട്. ഞങ്ങളൊരു പുതിയ വണ്ടി വാങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസും അതുപോലെ ഞങ്ങൾ വണ്ടി വാങ്ങാനായിട്ട് കോഴിക്കോട് പോയിട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ വണ്ടി വാങ്ങുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണിന് മുൻപ് തന്നെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു വണ്ടി വാങ്ങണമെന്ന്. ഓൾറെഡി ഞങ്ങൾക്ക് ഒരു പോളോ വോക്സ്വാഗൻ ഉണ്ട്. അപ്പോൾ അത് കൂടാണ്ട് ഇന്നോവയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നോവ ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ ആയ സമയത്ത് ഞങ്ങളത് വിറ്റു. കൂടുതൽ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ അത് മാറ്റിയിട്ട് പുതിയൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ നമ്മളും യാത്രകളൊക്കെ നിർത്തി വീട്ടിൽ തന്നെയായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം പുറമേക്ക് അധികം തന്നെ യാത്രകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാക്സിമം ഞങ്ങൾ പോയിരുന്നത് എൻ്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്കുള്ള യാത്ര മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി മേടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറച്ച് നാൾ നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ എപ്പോഴും നമുക്ക് ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വലിയ വണ്ടി ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു വണ്ടി വാങ്ങാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടി എടുക്കുന്നതിന് വേണ്ടി കാലിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഹസ്ബൻഡും മക്കളും ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ചുരത്തിലെ ചെറിയ റിപ്പയർമെൻറ്റ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഓൺ ദ വേ ആണ്. ഇനി നമുക്ക് അവിടെ ചെന്നതിന് ശേഷം വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. കൂടുതൽ വലിയ വ്ളോഗൊന്നും അല്ല കേട്ടോ, വളരെ ചെറിയ ഒരു സന്തോഷ വാർത്തയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷം, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗുമായിട്ട് വന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം. ഇപ്പോൾ ഞങ്ങളിതാ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് നമ്മൾ വണ്ടി എടുക്കുന്ന ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. എൻ്റെ മോള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. വണ്ടി എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ച് കുറേ ദിവസങ്ങളായി പുറകെ നടക്കുന്നു. ഇത്രയും ദിവസമൊക്കെ എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സാം ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. സ്കൂളൊക്കെ അടയ്ക്കാനായി. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകാമെന്നുള്ള പ്ലാനിലാണ്. You're stuck in my mind, just all the time. I'm falling for you. And tell me your secrets. I will tell you my secrets. We are different colors, but I like it. Why, baby, do you look so pretty and you smile, my, baby? I'm almost breathing. Tell me why, baby, do you look so pretty and you smile, my, why, baby, do you look so pretty and you smile, my, baby? I'm almost breathing. Tell me why, baby, do you look so pretty? അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അതിഥി. MG ഹെക്ടർ ഡീസൽ ടോപ്പ് ആൻഡ് മോഡൽ ഷാർപ്പാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള വണ്ടിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരം മുൻപേ നിങ്ങൾ കണ്ടത് കാലിക്കറ്റ് ഷോറൂമിൽ നമ്മൾ വണ്ടി വാങ്ങുന്നതും വണ്ടി ഡെലിവറി ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസാണ്.
പിന്നീട് ഞങ്ങൾക്ക് അവിടെ വെച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു. കുറച്ചധികം വാഹനങ്ങൾ അവർക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. വേറെ കസ്റ്റമേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷോറൂമിൽ നിന്ന് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ വീട്ടിലെത്തി. വീടിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ ഇതാ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കണ്ടാലോ? ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 2021 MG ഹെക്ടർ ഷാർപ്പ് മോഡൽ വണ്ടിയാണ്. ഇത് ഡീസലിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. വണ്ടിയെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനായിട്ടൊന്നും എനിക്ക് അറിയുകയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 2021 ഇറങ്ങിയ MG ഹെക്ടർ കുറച്ച് ഫേസ് ലിഫ്റ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മോഡലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ പാറ്റേൺ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പുതിയ പാറ്റേണോട് കൂടി ഇറങ്ങിയ MG ഹെക്ടർ കാണുമ്പോൾ നല്ലൊരു റോഡ് പ്രസൻസ് ആണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഗ്രിൽ. നേരത്തെ ഗ്രിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ വീലാണ്. ഈ നേരത്തെ ഉണ്ടായിരുന്നത് 17 ഇഞ്ച് അലോയ് വീലാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. 18 ഇഞ്ച് അലോയ് വീലാണ് ഇപ്പോൾ MG ഹെക്ടറിൽ. നേരത്തെ ഒരു അൺസൈസ് ആയിട്ട് തോന്നിയിരുന്നു. ഇത്രയും വലിയൊരു വലിപ്പമുള്ള വണ്ടിയുടെ സൈസിനനുസരിച്ചുള്ള ഒരു അലോയ് വീലായിരുന്നില്ല. അതോടൊപ്പം തന്നെ ചെറിയ ചേഞ്ചസ് ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു റെഡ് കളർ ഒരു സ്ട്രിപ്പ് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഈ ഒരു ലുക്കാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ നീളത്തിലുള്ള ബാഡ്ജ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് ബാക്കിൽ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു. അത് നേരത്തെയുള്ള വണ്ടിക്കും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ബാഡ്ജിങ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ വണ്ടിയിലേക്ക് ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ആക്സസറീസ് ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ വണ്ടി എന്ന് പറയുന്നത് ഫുള്ളി ലോഡഡ് ആണ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉൾപ്പെട്ട ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊരു എക്സ്ട്രാ ആക്സസറീസിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സെറാമിക് കോട്ടിംഗ് ആണ്. അത് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വണ്ടി വന്നതിന് ശേഷം നമ്മൾ അവിടെ തന്നെ ഷോറൂമിൽ കൊടുത്ത് സെറാമിക് കോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി ഞങ്ങൾ ഡെലിവറി എടുത്തത്. ഇത്രയുമാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് കിടക്കാം. ഇന്റീരിയർ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്യുവൽ ടോണിലാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ബേജും ബ്ലാക്കും ചേർന്ന ഒരു കോമ്പിനേഷനാണ്. പ്യുവർ ബ്ലാക്കിൽ വരുന്ന കോമ്പിനേഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബേജ് ബ്ലാക്ക് കളറിലുള്ള ഡ്യുവൽ ടോൺ വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ഓരോ വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മളുടേതായ ഓരോ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് എല്ലാവരും വാഹനങ്ങൾ എടുക്കുന്നത്. ചിലർക്ക് SUV ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സെഡാൻ ആയിരിക്കും ഇഷ്ടം. അതുപോലെ നമ്മൾ ഡെയിലി യൂസിനൊക്കെ ചെറിയ വണ്ടികൾ മേടിക്കുന്ന ആളുകളുമുണ്ട്. ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഓരോ വണ്ടിയും സെലക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു SUV വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾ നോക്കിയത്. ഈ വണ്ടി പോയി പല വണ്ടികളും ഞങ്ങൾ നോക്കി. പല സമയത്ത് ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് പല വണ്ടികളും സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു MG ഹെക്ടർ തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി നമുക്ക് ഇന്റീരിയറിൽ തന്നെ നോക്കുമ്പോൾ ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഫ്രണ്ട് സീറ്റ്സ് രണ്ടും വെന്റിലേറ്റഡ് ആയി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഓട്ടോ ഡിമ്മിങ് മിറർ ആണ്. അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ലൈറ്റ് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓടിക്കുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഇത്രയുമൊക്കെയാണ് എനിക്ക് ഈ പുതിയ വണ്ടിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങൾ. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് അറിയുകയില്ല. അപ്പോൾ നമ്മൾ വണ്ടി യൂസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സോഫാർ ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ഒരു 3 hours ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്. യാത്ര വളരെ കംഫർട്ടബിൾ ആയിരുന്നു, ഡ്രൈവിംഗ് വളരെ സൂത്തിങ് ആയിരുന്നു എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. Hello MG. I'm feeling cold. Okay, temperature is raised to 21 degrees.